മരം കാട്ടി പറിച്ചോ എന്താ പറ്റായിട്ടില്ലല്ലോ. നമ്മളപ്പോൾ വഴുതനങ്ങ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനി ഇവിടെ രണ്ടാൾക്കാർ ഒളിച്ചിരിപ്പുണ്ട്. ഓലയും കൂടെ നമുക്ക് പിച്ചെടുക്കാം. മതിയാ? മതി 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 ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണ്. ഒന്നും കൂടെ ഉണ്ട്, ഞാൻ ഇപ്പം എടുക്കണില്ല, കുറച്ചും കൂടെ വലുതായിക്കോട്ടെ. അപ്പുറത്തൊക്കെ ഉണ്ട്. ഇത് മതി. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പം ഞാനിത് അതേപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കണുണ്ട് കേട്ടോ. വട്ടത്തിൽ മുറിച്ചണ്ടേ, നീളത്തിൽ മുറിച്ചാൽ മതി കേട്ടോ. അത് കുഞ്ഞതായതുകൊണ്ട് നമുക്ക് ഇതിനൊന്നേ സ്പെഷ്യൽ മസാല ഒക്കെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലൊരു ഉറുമ്പ് ചാടി കിടക്കണം. അപ്പം ഞാൻ ഉറുമ്പിനെ രക്ഷിച്ചു. ആ പോകുന്നതിൻ്റെ കയ്യുമ്പോൾ കൂടെ ഇവനിട്ട് ഇളക്കിയിട്ട് ഇളക്കലടാ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിക്ക് കുറച്ച് നേരം ഇത് ഇട്ടേക്കുന്നുണ്ട്. കാരണം ഇത് എന്താണ്, ആ വയലറ്റ് അല്ലാത്തതുകൊണ്ട് പച്ചയാണ് കേട്ടോ. ഇതിന് ഭയങ്കര ഒരു കട്ടാണ്, ഒരു കറുണ്ട് ഇതിന്. അതൊന്ന് പോട്ടെ. അപ്പോൾ വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം ഒന്ന് വെക്കണുണ്ട്. ചക്ക തുടങ്ങി ഇളക്കല്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് ഊറ്റി മാറ്റിയതാണ് കേട്ടോ. വെള്ളം മാറ്റിയിട്ട് രണ്ടാമത് ഒഴിച്ചു കൊടുത്ത വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല കറയുണ്ട് കേട്ടോ അതിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാരങ്ങ ഞാനിതാ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു നാരങ്ങ എടുക്കണുണ്ട് കേട്ടോ. അത് ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു കട്ടുണ്ട് എന്ന്. അപ്പോൾ പൊതുവേ വഴുതനങ്ങ ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമുള്ളവർക്ക് പിന്നെ നാരങ്ങ നീരിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതിലാക്കണേ അല്ലേ. ഇത് എടുത്തിട്ടില്ല നമ്മൾ പുതിയ വരിക്ക് വന്നിട്ട്. അപ്പോൾ നാരങ്ങ നീര് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അതെന്താന്ന് എന്നോട് ചോദിച്ചത് ചിക്കൻ അറിയില്ല. അപ്പം ഞാൻ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുക. അത് ചിക്കൻ വറക്കാൻ എടുക്കണ ഒരു സ്പെഷ്യൽ പൊടിയാണ് കേട്ടോ. അത് നമ്മൾ ഇതിക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചിക്കൻ വറുക്കുമ്പോൾ നേരെ അത് മാത്രം ഇട്ടിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കലുള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത് എന്തായാലും തികയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ജീരകം പൊടിച്ചത്, പിന്നെ ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരിക്കലും ഞാൻ കഴിച്ചു നോക്കാത്തൊരു സാധനങ്ങൾ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പടവലങ്ങ, അതേപോലെ ചിരങ്ങ ഈയിടെയായിട്ട് ഇപ്പോൾ തിന്നൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ തിന്നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വഴുതന, പടവല, കയ്പ, അങ്ങനത്തെ ഒന്നും ഞാൻ ജീവിതത്തിൽ തിന്നാത്ത സാധനങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നട്ട് നനച്ച് വെള്ളമൊഴിച്ചുണ്ടാക്കിയ സാധനം അപ്പോൾ തിന്നാതിരിക്കുക വരികയല്ലോ എന്ന് വിചാരിച്ചിട്ട് കയ്പങ്ങ അച്ചാറുണ്ടാക്കിയിട്ട് അതങ്ങനെ കൂട്ടി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ വഴുതനങ്ങ പൊരിച്ചിട്ടെങ്കിലും ഒരു പ്രാവശ്യം തിന്നോക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ മസാലയൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഓരോന്നും വെച്ച് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട്. എനിക്ക് എല്ലാം ഇങ്ങനെ കൃഷി ചെയ്യാനും എനിക്കറിയുന്ന രീതിയിൽ തട്ടിമുട്ടി ഒക്കെ ഒപ്പിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പടർത്തി എടുത്ത് കൊണ്ടുവരും കേട്ടോ. എങ്ങനെയെങ്കിലും ഒരു കായമ ഉണ്ടാവുകയോളം ഞാൻ നല്ലോണം നോക്കി അതിനെ പരിപാലിക്കും. പക്ഷേങ്കിൽ അതൊന്നും എനിക്ക് തിന്നാൻ ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ കാരണം. എന്നാലും എനിക്കത് ഉണ്ടാക്കണം, എന്നിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് തിന്ന് വഴുതനങ്ങയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വഴുതനങ്ങ തിന്നുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ തോലിഭാഗം ഉണ്ടല്ലോ, ആ വട്ടത്തിലിരിക്കണേ, അത് മാത്രം തിന്നാതെ ആ ഉള്ളിലുള്ള കാമ്പ് മാത്രമേ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളെ വീട്ടിൽ അടുത്ത പുതിയ സാധനം ഞാനിപ്പോൾ വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ച് ഇലയൊക്കെ വന്ന് വള്ളിയാവാനായിട്ടുണ്ട് ചെറുതായിട്ട്. അതെന്ന് പറഞ്ഞാൽ അമരപ്പയറെന്നോ അമര ബീൻസെന്നോ അങ്ങനെ എന്തോട്ടാണ് പറയാൻ കേട്ടോ. അതിന് ഒരു
ചുവപ്പ് കളറുള്ളൊരു കുരുവാണ് കേട്ടോ. അത് ഈ നമ്മൾ ചൂടാക്കിയിട്ട് കണ്ണിൻ്റെ മുകളിൽ കുരുവൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നൊക്കെ അതിൻ്റെ കുരു ഇങ്ങനെ ചൂടാക്കിയിട്ട് കണ്ണിൻ്റെ മുകളിൽ കുരുള്ളിനൊക്കെ വെച്ചെടുക്കും. ആ സാധനത്തിന് ഒരു കായ ഉണ്ടാവും ഇത്ര ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റണേ. ഞാൻ അത് കഴിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അനിയത്തൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഓളോടെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് അതിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ നാത്തൂൻ്റെ അടുക്ക് പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതിവിടെ കൊടുത്തു നട്ട് വെച്ച്. ഇപ്പോൾ അതായി മേലൊക്കെ വന്നിട്ടുണ്ട്, വള്ളിയാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാവും. ഞാൻ തിന്നാത്തൊരു സാധനമാണ് അതും എനിക്ക് കഴിച്ച് നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. അതുണ്ടായതിന് ശേഷം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കഴിച്ച് നോക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബായ്. ഇഷ്ടപ്പെട്ട